ഹായ് ഹലോ എല്ലാവർക്കും വർഷ റേഞ്ച് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പനീർ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് ബസ്മതി റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 2-3 വട്ടം കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം ഇത് സോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞാൻ സോക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനത് 3 വട്ടം കഴുകിയതിന് ശേഷം നല്ല ടാപ്പ് വാട്ടർ ഒഴിച്ച് ഞാൻ 20 മിനിറ്റ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. അപ്പോൾ നമുക്കിത് 20 മിനിറ്റ് നേരം സോക്ക് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് പനീരാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രോസൺ പനീർ 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. നിങ്ങൾക്ക് 250 ഗ്രാം 300 ഗ്രാം വരെ ഇത് എടുക്കാം ഈ ഒരു അളവിന്. അപ്പോൾ പനീർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു നോർമലായിട്ടുള്ള ഇതാ പറയുന്നത് ഒരു 250 ഗ്രാം വരെ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ച് ഇതിലേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പനീർ ക്യൂബ്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലെ തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ പനീർ അതിൻ്റെ ആ തണുപ്പൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കഴുകി എടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഒരു 1/8 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/8 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇതില്ലാച്ചെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ഇട്ടാലും മതി കേട്ടോ. 1/8 ടീസ്പൂണ് ഉപ്പ്. ഇത് പൊടിയാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ടോസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ പനീർ പൊടിയാതെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതായി കിട്ടും. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവോള കേട്ടോ, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞു വയ്ക്കുക. അതുപോലെ തന്നെ പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ എരി നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2 പച്ചമുളക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി അരിയുന്നുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലതുപോലെ ചതച്ച് എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ചതച്ച് എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 4 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയുടെ വലിപ്പം അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള തക്കാളിയുടെ വലിപ്പം ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം വരെ എടുത്തത്. വലുതാണെങ്കിൽ നിങ്ങൾക്കൊരു 3 അല്ലെങ്കിൽ 2 അത്ര മതി കേട്ടോ. അപ്പോൾ തക്കാളിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇത് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ടൊമാറ്റോ പ്യൂരി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അരി വേവിക്കാൻ വയ്ക്കാം. അരി വേവിക്കാനായിട്ട് നമ്മൾ ചെമ്പിലോട്ട് 6 കപ്പ് വെള്ളം, മെഷർമെൻറ്റ് കപ്പിൽ 240 ml മെഷർമെൻറ്റ് കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടുപ്പത്തു നിന്ന് നമുക്ക് അപ്പുറത്തെ അടുപ്പത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പനീരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 4 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ അരി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ പനീർ പീസസ് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് ഹൈ ഫ്ലെയിമിലിടണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളത്തിലോട്ട് അരിക്ക് ആവശ്യമായ റൈസിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസിന് നല്ല വൈറ്റ് കളർ കിട്ടാനും അരി തമ്മിൽ പൊട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിനി പനീർ ടേൺ ചെയ്തിടാം. പനീർ ഒരുപാട് നേരം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പരുവായി തീരും. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പനീർ ഫ്രൈ ചെയ്തത് കോരി മാറ്റാം.
അപ്പോൾ ആ വെള്ളം തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് പകുതി വേവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ പകുതി വേവാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ മുകളിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ബിരിയാണി പകുതി വേവാവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പനീർ ഫ്രൈ ചെയ്ത് എടുത്തല്ലോ, അതേ കടായിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. സെയിം പാനിലോട്ട് തന്നെ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാവട്ടെ. അപ്പോൾ അരി നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മൂടി തുറന്ന് പതയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അരിയുടെ വേവ് ശ്രദ്ധിക്കാൻ മറക്കരുത്, ഒരുപാട് കുക്കായി കിട്ടരുത് കേട്ടോ. പാകത്തിന് വേവിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് ഒരു ബേ ലീഫും ഒരു ചെറിയ കഷ്ണം പട്ട 5-6 ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി ഒരു 90% കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഇട്ടിട്ട് ഇതാക്കണ്ട. അത്യാവശ്യം വെന്തെന്ന് നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. ഫ്ലെയിം. അപ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് അല്ല 30 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി പൗഡർ, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ 3 ടൊമാറ്റോ പ്യൂരി ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 3 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആയിട്ട് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കസൂരി മെതി ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഈ സ്റ്റേജിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണ്. ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സി ഇതിലോട്ട് നമുക്ക് പനീർ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. നമുക്ക് വേവിച്ച് വെച്ച റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. മസാല റൈസിൻ്റെ എല്ലാ വശത്താവുന്ന വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലോട്ട് 2 ടേബിൾ സ്പൂണ് ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുകളിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് ആവി കയറ്റിയെടുക്കാം. നിങ്ങൾക്കിത് അടി പിടിക്കുന്ന സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു പാത്രം സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിട്ട് പഴയ ദോശത്താവ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. 10 മിനിറ്റ് നേരം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നേരം കഴിഞ്ഞു. ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ പനീർ ബിരിയാണിയുടെ റെസിപ്പി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.